എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. അമ്മേ, ഈ മുതുക്കിയെ നമ്മൾ എല്ലാരും ജോലി ചെയ്യുന്ന കണ്ടിട്ട് അവർക്കും ജോലി കൊടുക്കുമെന്ന് വിചാരിച്ച് അവിടെ നിന്നതാ. ഒന്നും ഉണ്ടായിരിക്കാവോ? അങ്ങനെ ചിന്തിക്കാൻ ഞാൻ നിന്നെ പോലെയാണോ? എന്താ അമ്മ സ്പെഷ്യല്? എല്ലാരും കൂടെ സദ്യ ഉണ്ടാക്കാൻ പോവാൻ തോന്നുന്നല്ലോ. എന്റെ അറിവിൽ ഇപ്പൊ ഒരു സദ്യയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. ഈ ഒരുക്കങ്ങളൊന്നും കലണ്ടറിലുള്ള ആഘോഷമല്ല മോളെ. എപ്പോഴെങ്കിലും വരുന്നൊരു ആഘോഷ. അതെയോ? എനിക്കൊന്നും ഓർമ്മയിൽ വരുന്നില്ലല്ലോ. എന്താ അത്? ഏയ്, നാളെ നിന്റെ ചേച്ചിയും ഭർത്താവും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്ന ദിവസം മോളെ. സത്യമായിട്ടും? വൗ, സൂപ്പർ. അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും ആഘോഷിക്കണം. അപ്പൊ നീ നാളെ ഓഫീസിൽ പോവാതിരിക്കും അർത്ഥം. ടെൻഷനാവണ്ട, അമ്മയോട് പറഞ്ഞ് വേദാന്തേട്ടനെ ഇൻവൈറ്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ പിന്നെ വേദാന്തേട്ടനെ ഇവിടെ വെച്ച് തന്നെ കാണാൻ പോടി. അങ്കിളെ, ഈ വീട്ടില് സമാധാനം എന്നൊരു വാക്കേ ഇല്ല അല്ലേ? അല്ലമ്മേ, ഇത്രയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയല്ലോ. ഇതിനൊക്കെ എവിടുന്ന കാശ് കിട്ടിയേ? ഓ, എല്ലാം കിട്ടിയല്ലോ. എന്റെ കയ്യിലുണ്ട് മോളെ. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നീ അതിനെക്കുറിച്ച് വെറുതെ ചിന്തിക്കണ്ട. അങ്ങനെയാണെങ്കിൽ സൂപ്പർ. ഞാൻ പോയി കൈയും കാലും മുഖമൊക്കെ കൈയിട്ട് വരാം. എന്നിട്ട് എനിക്കുള്ള ജോലി പറഞ്ഞാ മതി. ഇതുപോലെ വിരല് ഞൊടിക്കുന്ന സ്പീഡില് എല്ലാ ജോലികളും ചെയ്ത് തീർത്ത് കാണിക്കാം. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ ജോലിയും മാറ്റിവെച്ച് നിങ്ങൾ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാം. ആദ്യം കാര്യം എന്താന്ന് എന്നോട് നീ പറ. അത് അമ്മേ, ഞാൻ വീണ്ടും അമ്മയാകാൻ പോകുന്നു. ഇത്രയും ദിവസം മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളായിരുന്നു. ഇത് കേട്ടപ്പോ തന്നെ അതെല്ലാം മനസ്സിൽ നിന്ന് മാറിപ്പോയി. ഇത് കേട്ടിട്ട് എനിക്ക് എന്ത് സന്തോഷമായിരുന്നു. ഈ സമയം സാർത്ഥകിന്റെ അച്ഛനും അമ്മയും നാട്ടിലില്ലല്ലോ. അതുകൊണ്ട് തന്നെയാ നിങ്ങളോട് എല്ലാവരോടും ഇവിടെ വന്ന് കാര്യം പറയാന്ന് കരുതി. ചേട്ടൻ ഇക്കാര്യം അറിയില്ല എടുത്തി? ഇല്ല ആരതി, ആർക്കും അറിയില്ല. ആരതി, ഇതുപോലുള്ള സന്തോഷ വാർത്ത കേൾക്കുമ്പോ ആദ്യം അവർക്ക് മധുരം കൊടുക്കണം. ശരി അമ്മേ. ആദ്യം ഇതിനു മുൻപ് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാ. ഇനിയും അങ്ങനെ സംഭവിക്കാതെ നോക്കണം. നിനക്കിവിടെ വന്ന് നിന്നൂടെ മോളെ? എന്തായാലും നിന്റെ അമ്മായി അമ്മാവനും അവിടെ ഇല്ലല്ലോ. നിന്റെ കാര്യം ശ്രദ്ധിക്കാൻ അവിടെ ആരും ഉണ്ടാവില്ല. നിക്കമ്മേ, ഇപ്പോഴേ അതിനെപ്പറ്റി ചിന്തിക്കണ്ട. ആദ്യം എല്ലാവരും ഒന്നിങ്ങ് വരട്ടെ. സിദ്ധാർത്ഥ് എന്താ പറയുന്നത് അതുപോലെ തീരുമാനിക്കും.
അതിഥി വേഗം വന്നേ, ആഹാരം കഴിക്കണ്ടേ? പ്രമി എന്താ കാര്യം? പതുക്കെ പറ, കിടന്നുറങ്ങുന്ന കണ്ടില്ല. അയ്യോ, കൊച്ചുകുട്ടിയല്ലേ, പടിക്കിടത്തെ ഉറക്കാൻ. ഉറങ്ങട്ടെ പാവം, പഠിച്ച് ക്ഷീണിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഉറങ്ങിപ്പോയത്. ശല്യപ്പെടുത്തുന്നു. അമ്മയുടെ കണ്ണ ആഹാരം കഴിക്കാവാ. അതിഥി പതുക്കെ സംസാരിക്കേ. എന്റെ വായ അടച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ലൗഡ് സ്പീക്കറിന്റെ വായ ഒന്ന് അടയ്ക്കാൻ നോക്ക് നിങ്ങള്. ഓ, കുട്ടി ഉറങ്ങുമായിരുന്നല്ലേ? അടങ്ങിയിരിക്കും പെണ്ണെ അവിടെ. ഇനി എന്തായി കാണിക്കുന്നേ? പാവം പേടിച്ചു പോയിണ്ടാവും. ഓ, എത്ര നന്നായിട്ട് അഭിനയിക്കുന്നേ. ഡ്രാമ ചുമ്മാ ഇരിക്കുക. അതുപോട്ടെ, എന്തിനാ ഇത്ര നേരത്തെ ആഹാരം കഴിക്കുന്നേ? രാത്രി വീട് വിശക്കത്തില്ലേ? നേരത്തെ ആഹാരം കഴിച്ച് നേരത്തെ കിടന്നാലല്ലേ കാര്യങ്ങൾ നടക്കൂ. ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി മുഴുവൻ കാര്യവും പറഞ്ഞു ഉറങ്ങാതിരുന്നാലേ രാവിലെ സൂര്യൻ കണ്ണിലടിച്ചാൽ പോലും നീ എഴുന്നേൽക്കില്ല. പിന്നെ കണ്ണിലേക്ക് വെളിച്ചം അടിച്ചാ കണ്ണടച്ചു വെക്കാൻ പറ്റുമോ? മിണ്ടായിരിക്കെ, വായി വരുന്ന ഓരോ വർത്താനങ്ങള്. നാളെ നേരത്തെ എഴുന്നേൽക്കണം, ഒരുപാട് ജോലിയുണ്ട് കേട്ടോ. അമ്മേ 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 അമ്മേ. അയ്യോ, നിനക്ക് എന്താ പറ്റിയ മോളെ? എന്താ കാര്യം? പറയുന്ന കേക്ക്, ആദ്യ ചേച്ചി വീണ്ടും പ്രഗ്നന്റ് ആണെന്ന് ആരതി ചേച്ചി മെസ്സേജ് അയച്ചു. ചേച്ചിയും ചേട്ടനും അവിടെ ഉണ്ടെന്ന്. എനിക്ക് എത്ര സന്തോഷമാണെന്നറിയോ. ഞാൻ പോയി ദൈവ വിക്കി, നീ എന്താ ലേറ്റ് ആയത്? വേഗം പറഞ്ഞവൻ ആദ്യം പറഞ്ഞതല്ലേ. വിക്കി ക്ലയൻസിന്റെ ഒപ്പമായിരുന്നു. സിദ്ധാർത്ഥ അമൂല്യെ ഡ്രോപ്പ് ചെയ്തിട്ടാ വരുന്നത്. ആദ്യം പെട്ടെന്ന് വരാൻ പറഞ്ഞമ്മേ, അതുകൊണ്ടാ ഓടി വന്നത്. എന്നിട്ട് കുറച്ച് ലേറ്റ് ആയി. എവിടെ അമ്മേ അവള്? കുഴപ്പമൊന്നുമില്ലല്ലോ? വേദാന്ത്, എല്ലാവരും നല്ല സന്തോഷത്തിലായതുകൊണ്ട് എന്തോ സ്പെഷ്യൽ കാര്യമുണ്ടല്ലോ. എന്താ കാര്യം? ചേട്ടാ, നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട്? എന്ത് സ്റ്റുപ്പിഡ് ചോദ്യം ചോദിക്കുന്നേ? നമ്മൾ 8 പേരില്ലേ? അപ്പൊ നീ സിദ്ധാർത്ഥിനെ ഒഴിവാക്കിയോ? ഞാൻ അവനെയല്ല ഒഴിവാക്കിയത്, നിന്നെയാ. അവൻ ഇപ്പൊ നമ്മുടെ ഫാമിലിയാ. നിന്നെയാ ഞങ്ങള് വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടത്. ചേട്ടാ, ഹലോ, എല്ലാവരും ഇങ്ങനെ കൂട്ടത്തിൽ വിളിച്ചു വരുത്തി ചുമ്മാ ഇങ്ങനെ ആംഗ്യഭാഷ കാണിക്കാതെ കറക്റ്റ് കാര്യം എന്നാന്ന് പറ. നിന്റെ ഉത്തരം തെറ്റാ. ശരിക്കും പറഞ്ഞ എന്നെയും കൂട്ടി ഈ വീട്ടിലിപ്പോ 10 പേരുണ്ട്. അതെങ്ങനെയാ മോളെ? നീ എന്തൊരു ബിസിനസ്മാൻ ആണോ ആവോ. ഒരു ചെറിയ കണക്കുകൂട്ടൽ പോലും അറിയില്ലല്ലോ നിനക്ക്.
ആദ്യ നീ തന്നെ കാണിക്കുമോ? സിദ്ധാർത്ഥ്, എന്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എന്റെ അപ്പൻ കട്ടൊണ്ടുപോയി. എന്റെ അപ്പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ച് തീർത്തേ. എന്റെ അമ്മയുടെ ജിമിക്കി ഇനി ഒരു പ്രാവശ്യം എന്റെ മേത്ത് കൈവച്ചാണ്ടല്ലോ. നീ ഒന്ന് വെറുതെ ഇരിക്കടി. ലോക്ക്ഡൌൺ ആണെന്ന് പറഞ്ഞ് വെറുതെ കഴിച്ച് വണ്ണം വെച്ചിരിക്കുന്ന നോക്ക്. ഒന്ന് കടയ്ക്ക് പോയിട്ട് വരാമ, അങ്ങനെയെങ്കിലും ഒന്ന് മെലിയട്ടെ. നിന്നെ മുതുക്കിന്ന് വിളിക്കുന്ന പോലെ ശരിക്കും മുതുക്കന്മാരുടെ സ്വഭാവം നിനക്ക്. ലോക്ക്ഡൌൺ ആ മോളെ, പുറത്തു പോയാലേ ശരിക്കും കിട്ടും നിനക്ക്. നിനക്ക് ഒരാൾക്ക് ഈ ലോകത്തെ കുറിച്ച് അറിയാവുന്നുള്ള വിചാരം വേണ്ട. ലോക്ക്ഡൌൺ ആണ്, പക്ഷെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള അവസരമൊക്കെ നമുക്കുണ്ട്. വേഗം വാ. അല്ല മോളെ, ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിരിക്കണം, അല്ലാതെ ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ വേണ്ട. ഈ കൊറോണ എന്നുള്ള അസുഖം എല്ലാരും ഇങ്ങനെ വീട്ടിലിരുത്തുന്നുള്ളൊരു വിചാരം ആർക്കും ഉണ്ടായിരുന്നില്ല. നമുക്കും ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ടാ വാ. എന്നാലും ഇതൊക്കെ റിസ്ക് ആണെന്ന് തോന്നുന്നില്ലേ മുതുക്കി? ഉറപ്പായിട്ട് റിസ്കാ, പക്ഷെ അതിനും പ്രിക്കോഷൻസ് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആരും പുറത്തു വരാൻ പാടില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ള തീരുമാനമൊക്കെ വന്ന കൊറോണ തീരുന്നതിന് മുമ്പേ വിശപ്പ് കാരണം ആൾക്കാർ മരിക്കും. ആണോ? എനിക്കെന്തായാലും അങ്ങനെ തോന്നുന്നില്ല. നമ്മുടെ വീടിന്റെ അവസ്ഥയല്ലല്ലോ ബാക്കിയുള്ള വീട്ടിലൊക്കെ ഉണ്ടാവുക. എത്രയോ ആൾക്കാരാ ദിവസവും കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്നേ. റൂൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ദിവസത്തേക്ക് വാങ്ങിക്കാനായിട്ട് ചെറിയ അവസരങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അയ്യോ, അത് ഏത് ഗ്യാപ്പിലാ ന്യൂസ് ഒക്കെ കാണുന്നതെന്ന് ആർക്കറിയാം. എടി കൊരങ്ങെ, മൊബൈലിൽ പാട്ട് കേൾക്കാനും ഡാൻസ് കളിക്കാനും മാത്രമല്ല അതിൽ ന്യൂസും വരും, മനസ്സിലാക്കും. ഓ ശരി മുതുക്കി, ശരി. നീ തന്നെ വലുത്. ഓക്കെ, ഇതിനൊന്നും ഒരു കുറവുമില്ല. ആദ്യം അമ്മയുടെ അടുത്ത് പോയി എന്തൊക്കെ തീർന്നു, എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വാങ്ങിക്കൊണ്ടുപോവാം. നമുക്ക് രണ്ടുപേർക്കും പോയി വാങ്ങിട്ട് വരാം. അയ്യോ പൊടി, എപ്പോഴും നീ ഇങ്ങനെ തന്നെയാ. അമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എന്നെ കൊണ്ട് വയ്യ. വേണമെങ്കിലേ നീ തന്നെ പോയിട്ട് വാ. ഇങ്ങനെ പോയ ഒരു ദിവസം ഡുംന്നുള്ളൊരു സൗണ്ട് കേൾക്കും. അതെന്തുകൊണ്ടാ? നീ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നാലേ കുറച്ച് ദിവസം കഴിയുമ്പോ വീർത്തങ്ങ് പൊട്ടും. അതുകൊണ്ടാ. മുതുക്കി, ഇന്നല്ലെങ്കിൽ വേറൊരു ദിവസം നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച മുഖറിച്ചില്ലെങ്കിലേ എന്റെ പേര് ഞാൻ മാറ്റും, നീ കേട്ടോ? ചേട്ടനോ? ഹലോ ചേട്ടാ. അതിഥി നീയാണോ? സുഖാണോ മോളെ? വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ചേച്ചി എവിടെ? ചേട്ടൻ ചേച്ചിയാന്ന് പറഞ്ഞേ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്താലെന്ന് വിചാരിച്ച ഞാൻ ആദ്യം തന്നെ ചേട്ടാന്ന് വിളിച്ചത്. ദാറ്റ്സ് ഓക്കേ. ചേച്ചിയില്ല എവിടെ? അത് വിട് ചേട്ടാ. ചേട്ടത്തി എന്തേ? ചേച്ചി എന്ത് പറയുന്നു? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അവിടെ എന്തൊക്കെയുണ്ട്? ആ ചേട്ടാ, ഇവിടെ എല്ലാവർക്കും സുഖം, ഒരു പ്രശ്നവുമില്ല. എടി കൊരങ്ങെ, പച്ചക്കറി സാധനങ്ങളുടെ കടയൊന്നും തുറന്നിട്ടില്ലാന്ന് പറയുന്ന കേട്ടു. അച്ഛൻ നമ്മളെ ദൂരെ ഒന്നും വിടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടി വേദാനായിട്ട് ലൈനിലുണ്ട്. ചേട്ടാ, ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, ഞാൻ പിന്നെ വിളിക്കാട്ടോ. ആ കള്ളച്ചെറുക്കൻ ലൈനിലുണ്ടായിരുന്നു. ഇല്ല, ലൈനിന്റെ പുറത്ത് കയറിയിരിക്കുവായിരുന്നു. നീ എനിക്ക് കൗണ്ടർ തരുന്നോ? അല്ല, അവൻ കോളിലുണ്ടായിരുന്നൊന്നും പറയണ്ടേ? അവന്റെ മുന്നിൽ ആവശ്യമില്ലാത്ത സംസാരിക്കാൻ പാടില്ല. നീ സമാധാനായിട്ട് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞേനെ. അവരുടെ മുമ്പിൽ ഇങ്ങനൊന്നും സംസാരിക്കുന്നത് ശരിയല്ല. പക്ഷേ നീ വന്നപ്പോ തന്നെ സംസാരിച്ചോണ്ടല്ലേ വന്നത്, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? പോയി ഞാൻ നിന്നോടാണല്ലോ സംസാരിക്കുന്നേ. എനിക്കെന്താ ബുദ്ധിയില്ലേ? ഏ അമ്മോ, നീ എന്തിനാ ഈ കൊച്ചുകുട്ടികളോട് സംസാരിക്കുന്നേ? പോയി കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ളവരോട് സംസാരിക്കും. ശരി പോടി. നിന്നെ ഞാൻ ആരുടെ ഒഴിഞ്ഞ് ക്ഷണിച്ചില്ലല്ലോ ഇങ്ങോട്ട്. ഓഹോ, എന്തോ വലിയ ആളാണെന്ന വിചാരം. ഇവക്ക് മാത്രം റെസ്പോൺസിബിലിറ്റി ഉള്ളോ? ഞാൻ അത്രയ്ക്കും വണ്ണം വെച്ചിട്ടുണ്ടോ? ഈ മുതുക്കിക്ക് എന്നെ കണ്ടിട്ട് അസൂയ തോന്നിട്ട് പറയുന്നതാ.
അങ്ങനെ അടിക്കാൻ പാടില്ല, അത് ഫൗളാണ്. എനിക്കറിയില്ല. എന്താ മോളെ ഇത്? അമൂല്യയുടെ കൂടെ കളിക്കുന്ന പോലെ കളിക്കല്ലേ. ആ സ്ട്രൈക്കർ അച്ഛാ, അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും കള്ളക്കളിയാണോ? അതെ, നീ കള്ളക്കളി കളിക്കാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ കളിക്ക് ചില റൂൾസ് ഒക്കെ ഉണ്ട്. ആ സ്ട്രൈക്കർ എന്താ? ഒരു പ്രശ്നവും ഇല്ല, സമാധാനമായിട്ട് ഇരിക്കുന്ന ഞാൻ അമ്മൂനോട് പറഞ്ഞതാ. എന്നിട്ട് അവള് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുക. നിങ്ങള് മോടെ കൂടെ ഇങ്ങനെ ക്യാരംസ് കളിച്ചോണ്ടിരിക്കുക അല്ലേ? നീ എന്തിനാ അവളെ പോലെ ടെൻഷൻ എടുക്കുന്നേ? ഇപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാ മതി. വെറുതെ ഇരിക്കും പെണ്ണേ അവിടെ. സ്ട്രൈക്കറുതാ. ഇപ്പൊ വീട്ടിലെ 2 ആണുങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങള് നന്നായിട്ട് നോക്കിക്കോളാം. റമി, എന്തു പറ്റി? വേറെ എന്താ അച്ഛാ, നേരെ വെളുക്കുമ്പോഴേക്കും ഗീത ആന്റി, സാവിത്രി ആന്റി കഥ പറയാൻ വരും. ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ആരും വരുന്നില്ല. അതുകൊണ്ട് അമ്മ ഫീൽ ആയിരിക്കുന്നത്. മതി മിണ്ടായിരിക്കും നീ. അവരോട് ഇപ്പൊ ഞാൻ സംസാരിച്ചില്ലെങ്കിൽ കഴിച്ചത് ദഹിക്കാത്ത പോലെയാ നിന്റെ സംസാരം കേൾക്കുന്നത്. പക്ഷെ ഇപ്പൊ നിന്റെ മുഖം കണ്ടാലേ ഭക്ഷണം ദഹിക്കാത്തൊരവസ്ഥ പോലെ ഉണ്ടല്ലോ പ്രമി. പെറ്റമ്മയുടെ സങ്കടം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നൊന്ന് പറ. പെറ്റമ്മയുടെ സങ്കടം ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന് ചോദിച്ചാ അത് വലിയൊരു പ്രശ്നമാണ്. അതെ, ആരതിയെ കാണാത്തോണ്ട് എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു. എപ്പോഴും എനിക്ക് അവളെ കാണണമെന്ന് തോന്നുവാ. അമ്മ, മുറുക്കും സാധനങ്ങളൊക്കെ ആരോടും പറയാതെ കൊണ്ടുപോവാൻ നിക്കല്ലേ, പിന്നെ അവര് ക്വാറന്റൈനിൽ ഇട്ട് കളയും. ഏയ്, സ്കൂളില്ലാത്തോണ്ട് നിനക്ക് ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ സേഫ്റ്റിക്ക് വേണ്ടിയാ പറഞ്ഞത്, അതിനെന്തിനാ ദേഷ്യപ്പെടുന്നത്? ഇതെല്ലാം നിങ്ങൾ ഒരാള് കാരണോ. നിങ്ങളാണ് അവളെ ഇങ്ങനെ കൂടുതൽ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. അതിന്റെ അഹങ്കാരവാ. നിനക്ക് ടെൻഷൻ ആകാനുണ്ടെന്നും പറഞ്ഞ് ഞങ്ങള് വെറുതെ ടെൻഷൻ പിടിക്കണമെന്നുണ്ടോ? അയ്യോ, നമ്മളെല്ലാരും ഇവിടെ തന്നെ അല്ലേ ഉള്ളേ. പാവം അവളോട് തനിച്ചല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നേ. അവളെ കുറിച്ച് ഓർക്കുമ്പോ നിങ്ങൾക്ക് സങ്കടമൊന്നും ഇല്ലേ? അതിലെത്ര സങ്കടം വിചാരിക്കാൻ എന്താ ഉള്ളേ? ഇവിടെ ആൾക്കാരുള്ളത് പോലെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. സത്യം പറയാന്നുണ്ടെങ്കിലേ നമ്മളെല്ലാവരെക്കാളും സേഫ് ആയിട്ടുള്ളത് അവള് തന്നെയാ. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനൊന്നും പറയണ്ട. സമാധാനിപ്പിക്കാൻ പറഞ്ഞതല്ല പ്രമി. അവിടെ ആരതിക്ക് എന്ത് കുറവാ ഉള്ളത്? നല്ല ഭർത്താവ്, നല്ല ഫാമിലി, നല്ല ഭക്ഷണം, സൗകര്യങ്ങള് എല്ലാം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലല്ലേ. നീയേ വെറുതെ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുന്നതിന് പകരം സന്തോഷായിട്ടിരിക്കട്ടാ. അതെല്ലാം സത്യം തന്നെയാ. പക്ഷെ അവളെ ദൂരെ എന്നുള്ളതാണ് എന്റെ ചിന്ത. അങ്ങോട്ട് അത്ര വലിയ ദൂരം ഉണ്ടോ പ്രമി? നീ നമ്മുടെ വീടിന്റെ മോളിൽ പോയിട്ട് ഉറക്കി ഒന്ന് വിളിച്ചാലേ അവള് കേട്ടോളൂ. അങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു. അച്ഛാ, ഇങ്ങനെ പുതിയ പുതിയ ഐഡിയാസ് കൊടുക്കല്ലേ. അമ്മ അതൊക്കെ സാധിച്ചെടുക്കും. അവസാനം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വെറുതെ ഓരോ സീൻ ക്രിയേറ്റ് ആവും. ഹലോ. കോവിഡിന്റെ ഈ പ്രതിസന്ധി വന്നത് മുതല് വേദാന്ത് വെഞ്ചേഴ്സ് എല്ലാവർക്കും വേണ്ട സഹായം എത്തിക്കുന്നുണ്ട്. ഇനി അത് തുടരുകയും ചെയ്യും. പക്ഷെ നമ്മുടെ അടുത്തേക്ക് സഹായം ചോദിച്ചു വരുന്നവരെല്ലാം ജെനുവിൻ ആയിരിക്കണം. ഇതിന്റെ പേരിൽ സഹായം കിട്ടുന്നുണ്ടെന്ന് കരുതി ആരും അത് മിസ്യൂസ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. ആ ലിസ്റ്റ് എല്ലാം എന്റെ PAക്ക് അയച്ചു കൊടുക്കും. അയാൾ വേണ്ടത് ചെയ്തോളൂ. താങ്ക് യു. ഹലോ വേദാന്ത്, നീ എവിടെയാ ഇപ്പോ? അമ്മേ, അത് ഞാൻ അമൂല്യയുടെ വീട്ടിലേക്കൊന്ന് പോവാ. എന്താ അമ്മേ, എന്ത് പറ്റി? അല്ല വേദാന്ത്, ലോക്ക്ഡൌൺ സമയത്ത് പുറത്തു പോകാൻ പാടില്ലെന്ന് നിയമമുള്ള കാര്യമൊന്നും നിനക്കറിയില്ലേ വേദാന്ത്? എന്നിട്ട് നീ ഇപ്പൊ എന്തിനാ? അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടവും അമ്മേ. അവർക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം മേടിച്ച് ഇന്ന് തന്നെ കൊണ്ടുകൊടുക്കാന്ന് വിചാരിച്ചേ. വേണ്ട വേദാന്ത്, നീ ഇപ്പൊ അവിടെ പോകുന്നത് അത്ര ശരിയല്ല. ശരിയാവില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം അമ്മേ? നമ്മൾ നമുക്ക് പറ്റുന്ന ഹെൽപ്പ് ചെയ്യണ്ടേ?
ഹെൽപ്പ് എന്നും പറഞ്ഞ് റിസ്ക് എടുക്കാൻ പറ്റുമോ? ഇതില് റിസ്ക് ഒന്നുമില്ല അമ്മേ. റിസ്ക് ഉണ്ട് വേദാന്ത്. അവരുടെ ചുറ്റുപാടൊക്കെ നിനക്കറിയാവുന്നതല്ലേ, നീയും കണ്ടിട്ടുണ്ടല്ലോ. അത് ആൾക്കാർ കൂട്ടം കൂടി താമസിക്കുന്ന സ്ഥലമാ. അവിടെ ഉള്ളവരൊന്നും അത്ര എഡ്യൂക്കേറ്റഡ് അല്ല. റോഡരികത്ത് നിന്ന് കുളിക്കുന്നത്, പാത്രം കഴുകുന്നത്, തുണി കഴുകുന്നത് ഡിസ്കസ്റ്റിംഗ്. നോക്ക്, നീ അവിടെ പോകുന്നത് എനിക്കിഷ്ടമല്ല. ഈ ലോകത്ത് എല്ലാവർക്കും പണക്കാരാവാൻ പറ്റുമേ? പാവപ്പെട്ടവർക്കും ജീവിക്കണ്ടേ? എല്ലാവരും പണക്കാരായിരുന്നുവെങ്കിൽ ഈ ഭൂമിക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ അവരും നമ്മുടെ വീട്ടുകാർ തന്നെയല്ലേ അമ്മേ? ഒരാപത്ത് വരുമ്പോഴല്ലേ നമ്മൾ അവരെ സഹായിക്കേണ്ടത്. ഞാൻ പോയി വരാം. വീട്ടിലേക്ക് ഒരു മാസത്തെ ആവശ്യത്തിന് എത്ര സാധനങ്ങൾ വാങ്ങണം എന്നുള്ള ലിസ്റ്റ് എഴുതുമായിരുന്നു. അത് ശരി. അപ്പൊ പുറത്തു പോകാൻ പോകണോ? ഞാനും അതിഥിയും വണ്ടി കൊണ്ട് പോയിട്ട് വരാം. ലിസ്റ്റ് നല്ല നീളത്തിലുള്ളതാണല്ലോ. എങ്ങനെ കൊണ്ടുവരും? റാണിയുടെ മുകളിൽ റൗഡി ബേബി കയറിയിരുന്ന നടക്കാത്ത എല്ലാ കാര്യങ്ങളും നടക്കും. എന്റെ റാണിയുടെ പവർ അതാണ്. കാറ്ററിംഗ് ഉള്ളപ്പോ 4-5 സാധനങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോയിരുന്നു, അറിയാമോ? വെറുതെ റാണി എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? ഇപ്പോ വീട്ടിൽ ഓട്ടോ ഉണ്ടല്ലോ. ഞാൻ തന്നെ പോയി എല്ലാ സാധനങ്ങളും ഓട്ടോയിൽ കൊണ്ടുവരാം. നല്ല ഐഡിയ. പക്ഷെ ഓട്ടോ സീസ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും വന്നാ എന്ത് ചെയ്യും? നിങ്ങൾ എപ്പോഴും പറയാറുള്ളതല്ലേ, വായുള്ളപ്പോ അമ്മ ഉള്ളത് പോലെയാണെന്ന്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സംസാരിച്ച് സോൾവ് ചെയ്താൽ മതി. അത് കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്റെ ഡയലോഗ് ലോജിക്കായിട്ട് വർക്കായിന്ന് പ്രൂവ് ആയി. എന്നാലും ഞങ്ങൾ ഓട്ടോ കൊണ്ടുപോകുന്നത് റിസ്ക് ആണെന്ന് തോന്നുന്നു. റിസ്ക് ആണ്, പക്ഷെ അത് അത്യാവശ്യമാണ്. നിങ്ങളുടെ റാണിയിൽ കൊണ്ടുപോകുന്നതിനേക്കാളും ഇത് ബെറ്റർ അല്ലേ? ബെറ്റർ എന്നല്ല, ബെസ്റ്റ് ആണ്. എന്നാലും ഒരെന്നാലും ഇല്ല. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. വീട്ടിലുള്ള ആണിനെ കൊണ്ട് ഇത്രയെങ്കിലും ഉപകാരം ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്തിനാ? അതുകൊണ്ട് ഡോണ്ട് വറി, ഞാൻ മാനേജ് ചെയ്തോളാം. ശരി. എന്നാ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം.